റായ്പൂരിലുള്ള MLA സജീവ് ജോസഫ് ഈ ഒരു ഘട്ടത്തിൽ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഇവിടെയുള്ള നിയമ പോരാട്ടങ്ങൾക്കുൾപ്പെടെ നേതൃത്വം കൊടുക്കുന്ന ഒരു MLA കൂടിയാണ് അദ്ദേഹം. അതായത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ ഒരു ഇടപെടൽ വിഷയവുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുണ്ട്. അദ്ദേഹം UDFന്റെ MPമാർക്ക് കൂടിക്കാഴ്ചയിൽ ഉറപ്പ് നൽകിയിട്ടുള്ളത് ഈ ജാമ്യം നൽകുന്ന വിഷയത്തിൽ സർക്കാരിനോട് ജാമ്യത്തെ എതിർക്കേണ്ടതില്ല എന്നൊരു നിർദ്ദേശം കൊടുത്തു എന്നുള്ളതാണ് ഛത്തീസ്ഗഡ് സർക്കാരിനോട്. സ്വാഭാവികമായിട്ട് എന്തായിരിക്കും ഇതിൽ തുടർ നീക്കങ്ങളുണ്ടാകുക? അതിൽ പ്രതീക്ഷയുണ്ടോ? ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രിയുടെ ഉറപ്പ്, ഇന്ന് UDFന്റെ MPമാർക്ക് നൽകിയ ഉറപ്പ് പ്രതീക്ഷയോടെ നോക്കിക്കാണുകയാണ്, പോസിറ്റീവായിട്ട് കാണുകയാണ്. സർക്കാരിൻ്റെ ഒരു ഇടപെടൽ ജാമ്യം അനുവദിക്കുന്ന കാര്യത്തിൽ എതിർക്കില്ലെന്ന ഒരു നിലപാട് തീർച്ചയായിട്ടും സ്വാഗതാർഹമാണ്. നാളത്തെ കോടതി നടപടികളിലാണ് നമ്മുടെ പ്രതീക്ഷ. ഇവിടെ ഈ തീരുമാനം ഇപ്പോൾ ഏറ്റവും അവസാനം മാധ്യമങ്ങളിലൂടെയാണ് അറിഞ്ഞത്. അത് സംബന്ധിച്ച് ഞാൻ ഡൽഹിയിലെ MPമാരുമായിട്ട് ബന്ധപ്പെട്ടിരുന്നു. UDFന്റെ MPമാർ നാളെ ഇവിടെ വരുന്നുണ്ട്. അതേസമയം നേരത്തെ തീരുമാനിച്ചത് പ്രകാരം തന്നെ ബെയിൽ ആപ്ലിക്കേഷൻ നാളെ ഹൈക്കോടതിയിൽ ഫയൽ ചെയ്യാനുള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ബഹുമാനപ്പെട്ട മന്ത്രിയുടെ പ്രഖ്യാപനം നടപ്പിലാക്കുക എന്നത്, എങ്ങനെയാണ് ജാമ്യം ലഭിക്കാനുള്ള നടപടികൾ ചെയ്യുക എന്നതിനെ സംബന്ധിച്ച് ഇപ്പോൾ കൃത്യമായി പറയാനാവില്ല. കാരണം ഈ കേസിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വിധി പകർപ്പും ഹൈക്കോടതിയിൽ അപ്പിയർ ചെയ്യുന്ന വക്കീൽ അത് പരിശോധിച്ച് കഴിഞ്ഞ് മാത്രമേ എന്താണ് നാളത്തെ കൃത്യമായ സ്ട്രാറ്റജി എന്ന് പറയാൻ സാധിക്കൂ. എന്തായാലും അഭിഭാഷകൻ മുഖാന്തരമാണ് ഹൈക്കോടതിയെ സമീപിക്കുന്നത്, അതൊക്കെ തീരുമാനിച്ചോ? ഛത്തീസ്ഗഡിലെ ഒരു മുതിർന്ന അഭിഭാഷകൻ വഴി തന്നെയാണ് കേസ് ഫയൽ ചെയ്യുന്നത്. നാളെ ഏതായാലും ഈ കേസ് ഫയൽ ചെയ്യും. അവിടെ പ്രോസിക്യൂഷൻ്റെ, സർക്കാരിൻ്റെ വലിയ എതിർപ്പില്ലെങ്കിൽ ഇതിൻ്റെ ഈ ഒരു നിരപരാധിത്വം സർക്കാരിന് ബോധ്യപ്പെട്ട സാഹചര്യം അത് കോടതിയിൽ കൃത്യമായി അത് വ്യക്തമാക്കിയാൽ തീർച്ചയായിട്ടും ജാമ്യം ലഭിക്കേണ്ടതാണ്. അപ്പോൾ അതിനുവേണ്ടി ഞങ്ങൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. ഉണ്ടാകില്ല എന്നുള്ളതാണ് കേന്ദ്രമന്ത്രി കൂടിയായിട്ടുള്ള അമിത്ഷാ UDF MPമാർക്ക് ഉറപ്പ് നൽകിയിട്ടുള്ളത്. MPമാർ അത് മാധ്യമങ്ങളോട് പറയുകയും ചെയ്തിട്ടുണ്ട്. സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിൻ്റെ വകുപ്പ് കൂടി ഉൾപ്പെടുന്നതാണല്ലോ, NIA ഉൾപ്പെടുന്ന ഡിപ്പാർട്ട്മെൻറ്റുകൾ. സ്വാഭാവികമായിട്ട് അദ്ദേഹം അത്തരം കാര്യം പറഞ്ഞിട്ടില്ലെങ്കിൽ അത്തരം ചർച്ചകളൊക്കെ നടന്നിട്ടുണ്ടാകുമല്ലോ. അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ എങ്ങനെയാണ് എന്നതിനെ സംബന്ധിച്ച് ഇപ്പോൾ ഒരു ധാരണയില്ല. കാരണം ജില്ലാ കോടതി തള്ളി, ഇപ്പോൾ നാളെ ഹൈക്കോടതിയിലേക്ക് കേസ് ഫയൽ ചെയ്യുകയാണ്. അപ്പോൾ അവിടെ ഗവൺമെൻറ്റിൻ്റെ സ്റ്റാൻഡാണ് വളരെ നിർണായകം. ബഹുമാനപ്പെട്ട മന്ത്രിയുടെ നിർദ്ദേശം, ആ വകുപ്പ് അതനുസരിച്ചുള്ള റിപ്പോർട്ട് കൊടുക്കുകയും എതിർക്കാതിരിക്കുകയും ചെയ്താൽ ന്യായമായും ബെയിൽ കിട്ടേണ്ടതാണ്. കാരണം ഈ കേസിൽ പ്രഥമദൃഷ്ട്യാ തന്നെ ഇത് നിലനിൽക്കാത്ത കേസാണ്. സിസ്റ്റർമാരെ സംബന്ധിച്ച് പൂർണ്ണമായും ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള സമൂഹത്തിന് വേണ്ടി ജീവകാരുണ്യ പ്രവർത്തനം നടത്തുന്ന സിസ്റ്റർമാർക്കെതിരെയുള്ള കേസ് ഏറെ ദുർബലമാണ്, ഒരിക്കലും നിലനിൽക്കാത്തതാണ്. അപ്പോൾ സ്വാഭാവികമായും ഗവൺമെൻറ് ആ യാഥാർത്ഥ്യം ഉൾക്കൊണ്ട് നിലപാടെടുത്താൽ തീർച്ചയായിട്ടും ജാമ്യം ലഭിക്കും എന്ന ഒരു പ്രതീക്ഷയുണ്ട്. അതിലേക്ക് ഞങ്ങൾ ഏതായാലും ആ പ്രതീക്ഷയോടെ മുന്നോട്ട് പോവുകയാണ്. പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ ഈ സംഭവം ഉണ്ടായതിന് പിന്നാലെ 7 ദിവസം പിന്നിട്ടിരിക്കുന്നു ഈ കന്യാസ്ത്രീകൾ ജയിലിലകപ്പെട്ട സംഭവം ഉണ്ടായതിനു ശേഷം. അതിനുശേഷം UDFൻ്റെയും LDFൻ്റെയും MPമാരുൾപ്പെടെ സജീവമായിട്ടൊരു വിഷയത്തിൽ ഇടപെടൽ നടത്തുന്നുണ്ട്. അങ്ങനെപ്പോലുള്ള MLAമാർ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇവിടെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. ഈ ഛത്തീസ്ഗഡിനെ സംബന്ധിച്ച് ഇവിടെയുള്ള കോൺഗ്രസ് നേതാക്കളുടെ, ഇവിടെയുള്ള കോൺഗ്രസ് ജനപ്രതിനിധികളുടെ ഒരു നിലപാട് എന്താണ് ഈ വിഷയത്തിൽ? നിങ്ങൾ ഈ ഇടപെടലൊക്കെ നടത്തുമ്പോൾ അവരുടെ ഒരു പിന്തുണ അതൊക്കെ തന്നെ ലഭിക്കുന്നുണ്ടോ? സ്വാഭാവികമായിട്ടും പ്രതിപക്ഷം ഇവിടെ കോൺഗ്രസ് കൂടിയാണല്ലോ. ബഹുമാനപ്പെട്ട മുൻ മുഖ്യമന്ത്രിയുടെയും അതുപോലെ തന്നെ കോൺഗ്രസ് നേതാക്കന്മാരുടെയും എല്ലാ സപ്പോർട്ടും ഞങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. അവരാണ് ഞങ്ങളുടെ ഈ കേസിൻ്റെ കാര്യങ്ങളിലും ഞങ്ങളുടെ ഇവിടെ ഈ കാര്യങ്ങൾ ഇടപെടാനും എല്ലാ കാര്യങ്ങളും ഞങ്ങളെ സഹായിക്കുന്നത് അവരാണ്. മാത്രമല്ല, ഞാൻ മനസ്സിലാക്കുന്നത് ഈ വിഷയത്തിൽ ഗവൺമെൻറ് ഒരു തീരുമാനം പുനഃപരിശോധിക്കുന്നില്ലെങ്കിൽ നിയമപരമായി വിഘാതങ്ങൾ സൃഷ്ടിച്ചാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ, കാരണം ഇന്ന് ഉച്ചവരെയുള്ള സംഭവങ്ങൾ ആ രൂപത്തിലാണല്ലോ മുന്നോട്ട് പോയത്. അപ്പോൾ ആ രൂപത്തിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ, നീതി നിഷേധം തുടരുകയാണെങ്കിൽ ഇവിടെ പരസ്യമായ സമരപരിപാടിയിലേക്ക് കോൺഗ്രസ് പാർട്ടി കടക്കാനുള്ള ആലോചനകളിലാണ്. സംസ്ഥാന കമ്മിറ്റിയുടെ കോൺഗ്രസ് പാർട്ടി കടക്കുമെന്നുള്ളതാണ്. അതെ. അവിടെ അത്തരം ആലോചന നടന്നു കഴിഞ്ഞു. നീതി നിഷേധം തുടർന്നാൽ കോൺഗ്രസ് പാർട്ടി ഛത്തീസ്ഗഡിൽ ശക്തമായ സമരപരിപാടികളിലേക്ക് കടക്കും. സ്വാഭാവികമായിട്ടും ഹൈക്കമാൻഡ് തലത്തിലൊക്കെ അത്ര ചർച്ചകൾ നടന്നിട്ടുണ്ടാവും അല്ലേ? അത്തരം ആലോചന നടന്നു കഴിഞ്ഞു, നേരത്തെ ഉണ്ട്. പക്ഷേ കോടതിയുടെ മുന്നിൽ ഇക്കാര്യങ്ങൾ ബോധിപ്പിച്ച്
നീതി കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷയിലായിരുന്നു. ദിവസം നിർണായകമാണ്. അപ്പോൾ മാത്രമല്ല ഈ ഇന്നലെയൊക്കെ കാണിച്ച് അതായത് പുതിയ ഒരു ആർഗ്യുമെൻ്റ് NIA അന്വേഷിക്കേണ്ട കേസാണെന്നൊക്കെ പറഞ്ഞ് വളരെ വിചിത്രമായി. കാരണം ഇന്നലത്തേത് കൂടി നമുക്ക് ബോധ്യപ്പെട്ടു ഇത് എങ്ങനെ നീട്ടിക്കൊണ്ട് പോകാം, ജാമ്യം കിട്ടുന്നത് എങ്ങനെ വൈകിപ്പിക്കാമെന്നുള്ള ഒരു ശ്രമമാണ് സർക്കാർ നടത്തിയത്. അതുകൊണ്ട് പാർട്ടി ഗൗരവത്തിൽ എടുത്തിരിക്കുകയാണ്. നീതി നിഷേധം തുടരുകയാണെങ്കിൽ ശക്തമായ സമരം ഛത്തീസ്ഗഡിലും ഉണ്ടാകും. തീർച്ചയായും ഈ ഒരു വിഷയത്തിൽ ശക്തമായ സമര പരിപാടികളിലേക്ക് കടക്കും നീതി നിഷേധം തുടരുകയാണെങ്കിൽ എന്നുള്ളതാണ് സജീവമായിട്ടൊരു വിഷയത്തിൽ ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുന്ന കുടുംബത്തോടൊപ്പമുള്ള MLA കൂടിയായിട്ടുള്ള സജീവ് ജോസഫ് നമ്മളോട് വ്യക്തമാക്കുന്നത്. റായ്പൂരിൽ നിന്ന് വീഡിയോ ജേർണലിസ്റ്റ് ഉണ്ണി തുവൂറിനൊപ്പം റിപ്പോർട്ടർ മുബഷർ P. അക്ബർ ഇൻ റിപ്പോർട്ടർ ഛത്തീസ്ഗഡ്.